ത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഒരു ചിത്രം വെച്ചൊരു പോസ്റ്റ് വന്നാൽ അതിൻ്റെ താഴെ സംഘടിതമായി മറ്റ് ഒരു നേതാവിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങൾ അനുകൂലിക്കുന്ന നേതാവിന് വേണ്ടി പൊറുവിളികളും അതോടൊപ്പം തന്നെ അവകാശവാദങ്ങളും വാഗ്വാദങ്ങളും എല്ലാമായി മറ്റ് നേതാക്കളുടെ അണികൾ കൂടി എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ പോസ്റ്റുകളെല്ലാം സജീവമാണ്. പക്ഷേ ഇന്നലെയും മിനിങ്ങാന്ന് നോക്കിയായി കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള ചർച്ചകൾ. പക്ഷേ അതിന് മുൻപ് വന്ന വീഡിയോകൾ ഇപ്പോഴും കിടന്ന് ഇങ്ങനെ ഓടുന്നുണ്ട്. മാത്രമല്ല ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായി ഏൽപ്പിച്ചിരിക്കുന്നത് ഹൈലി പ്രൊഫഷണലായ ആളുകളെയാണ്. പ്രൊഫഷണൽ ടീമുകളെ നിയോഗിച്ചുകൊണ്ട് കൃത്യമായി തന്നെ ഇത്തരം വീഡിയോകളും മറ്റും സിനിമ പോലെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കെട്ടുറപ്പില്ലായ്മയല്ലേ വെളിവാവുന്നത്? അതിന് കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്, കോൺഗ്രസിൽ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള തർക്കം നടന്നിട്ടുണ്ട്. ആദ്യ EMS മന്ത്രിസഭ താഴെ പോയതിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ പട്ടം താണുള്ള എങ്ങനെയാണോ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു പട്ടം താണുള്ള മുഖ്യ എന്നുള്ളതാണ് അവർ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ആ ജനാധിപത്യപരമായ ചർച്ച പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് പലപ്പോഴും അങ്ങനെ തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ചർച്ച 4-ാം തീയതി വരെ ഇങ്ങനെ പോകും. 4-ാം തീയതി വരെ പോകാനുള്ള അവകാശം ഈ സൈബർ പോരാളികൾക്കും അതോടൊപ്പം തന്നെ ഇത്തരം നേതാക്കൾക്ക് വേണ്ടി വാദിക്കുന്ന അണികൾക്കുമെല്ലാം ഉണ്ട്. 4-ാം തീയതി ആകുമ്പോൾ ഇത് ആര് ജയിക്കുമെന്നോ ആര് തോക്കുമെന്നോ ഒന്നും ഒരു തീരുമാനവുമായിട്ടില്ല. എല്ലാം EVM-ലാണ് ഇരിക്കുന്നത്. ആ EVM ഒന്ന് എണ്ണി തീർത്തിട്ട് പോരെ ഇത്തരം ചർച്ചകൾ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഒക്കെ നിയന്ത്രിക്കാൻ ഒരു പ്രൊഫഷണൽ ടീമുകൾ